ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കാം. അവരെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ അവരുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാം. ആരും ഫോഴ്സ്ഫുൾ റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. നല്ല റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ എനർജി ഈ റീഡിങ്ങിൽ വരാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ ഒരു മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷനും കാര്യങ്ങളും ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്. ആ ഒരു പേഴ്സണെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സാധാ ഓർഡിനറി ഒരു പേഴ്സൺ, അങ്ങനെയൊക്കെയുള്ള ആരാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ എനർജിയും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, 9 of Pentacles ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ്. 4 of Wands, 7 of Cups, 9 of Wands, 7 of Wands, 10 of Cups, Tower card, 4 of Pentacles, 9 of Cups, 2 of Cups, Ace of Wands, 8 of Wands. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിങ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റിനും ഒക്കെ വളരെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് ആരുടെയും പിന്നാലെ പോകുന്ന ഒരു നേച്ചർ ഇല്ല എന്ന് കാണുന്നുണ്ട്. അത് വളരെ കുറവാണ്. മറ്റു വ്യക്തികളെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി കോപ്പി ചെയ്ത് ഫോളോ ചെയ്ത് പോവുക, അതൊന്നും അവർക്കില്ല. അപ്പോൾ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്റ്റേബിൾ ആകണം എന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അവർ. പുറത്തു നോക്കുമ്പോൾ എനിക്കിപ്പോൾ ആരെയും വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിച്ചാലും അത് ചിലപ്പോൾ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ആയിരിക്കാം. അവർക്ക് സ്വന്തം ഇമേജ് വളരെ പ്രധാനമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അവർ കാണുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങളുമായി ഇവർക്ക് ഒരു സോൾ ലെവൽ അതായത് ഒരു ആത്മബന്ധം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഒരു കംഫോർട്ട് ഫീൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പ്രസൻസ് അവർക്കൊരു ഹോം എനർജി പോലെ തോന്നുന്നുണ്ട്. അതായത് നിങ്ങളോടൊപ്പം ഒരു സ്റ്റെബിലിറ്റി, ഒരു ഹാപ്പിനെസ്, ഇമോഷണൽ സേഫ്റ്റി, ഒരു ഇമാജിൻ ചെയ്ത് ആ ഒരു രീതിയിൽ അവരുടെ മനസ്സിനുള്ളിൽ അവർ ഇമാജിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഇമോഷണൽ സേഫ്റ്റി ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ പോസിബിലിറ്റി ആയിട്ട് നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. അത് ഒത്തിരി ശക്തമായ സ്ട്രോങ് ആയ എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചർ അവർ ഇമാജിനേഷൻ ചെയ്യുന്നത് നിങ്ങളോടൊപ്പം അവർ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ ഇവർക്ക് ആ ഒരു ഇമാജിനേഷനൊപ്പത്തിൽ തന്നെ നിങ്ങൾ ഒരു റിയാലിറ്റിയിലും അവരോടൊപ്പം നിൽക്കാനായിട്ട് അത്രയധികം അവർ ചിന്തിക്കുന്ന ആ ഒരു ഇമാജിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഡ്രീം ചെയ്യുന്ന സ്വപ്നത്തിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ആ ഒരു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി. അപ്പം നിങ്ങൾ തമ്മിൽ ആ ഒരു ആത്മീയ ബന്ധം ഫീൽ ചെയ്യുന്നു, ആ ഒരു കംഫോർട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. ഒരു ആത്മീയ ബന്ധം എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ആ ഒരു കംഫോർട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ വന്നിട്ടുള്ള ഈ ഒരു 7 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വളരെ ഇമ്പോർട്ടൻറ്റ് കാർഡാണ്. ഈ വ്യക്തി ഇപ്പോൾ മെന്റലി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കാം.
ഒരുപാട് തോട്ട്സ്, അതുപോലെ അസംഷൻസ്, ഓവർ തിങ്കിങ്, ഇവരുടെ മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് പോസിബിലിറ്റീസ് ഇമാജിൻ ചെയ്യുകയാണ്. പക്ഷെ ക്ലാരിറ്റി കുറവുണ്ട് അതിനൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇതൊരു റിയൽ ആകുമോ എന്നൊരു ഡൗട്ട് പോലും ഇവരെ ഇങ്ങനെ ഇതിൽ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 9 ഓഫ് വാൻഡ്സ് ഉണ്ട്, അതുപോലെ 7 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഇത് രണ്ടും ചേർന്ന് കാണിക്കുന്നത് ഈ വ്യക്തി ഇമോഷണലി ഗാർഡഡ് ആണ് എന്നുള്ളതാണ്. അതായത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ കാരണം ഈസിലി ട്രസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു നേച്ചറുള്ള ഒരു പേഴ്സൺ ആണ്. അവർ ഒരുപാട് ഹർട്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള രീതിയിൽ അവർ അല്ലെങ്കിൽ അവർ അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഫീലിങ്സ് ഉണ്ടായാലും അത് ഓപ്പൺലി കാണിക്കാതെ അവിടെ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി മുൻപ് ഒരാളിൽ നിന്ന് ഇമോഷണലി ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു നിരാശ, അല്ലെങ്കിൽ അവിടെ ഒരു വിട്രയൽ, അല്ലെങ്കിൽ റിജക്ഷൻ, അല്ലെങ്കിൽ ഇമോഷണൽ ഒരു ഇമോഷണലി ഇവർക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു തകർച്ച എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ വീണ്ടും അതേ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും ഒന്ന് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അവർ കുറച്ച് കെയർഫുൾ ആണ്. അപ്പം ഇവരുടെ മൈൻഡിൽ ഒരു തോട്ട്സ് ഉണ്ട്, ഞാൻ വീണ്ടും ഇനി ഹേർട്ട് ആകാനായിട്ട് പാടില്ല എന്നൊരു തോട്ട്സ് അവരുടെ മൈൻഡിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാലാണ് അവർ ഫീലിങ്സ് ഉണ്ടെങ്കിലും ഫുള്ളായിട്ട് തുറന്നു കാണിക്കാതെ ഇങ്ങനെ ഒബ്സർവേഷൻ മോഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫെൻസീവ് നേച്ചർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാർഡാണ് 7 ഓഫ് വാൻഡ്സിന്റെ കാർഡ് എന്ന് പറയുന്നത്. അവർ ഒരു കണ്ടിന്യൂസ്ലി ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ മോഡിലാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്കും ഒരു ഡിഫെൻസീവ് റിയാക്ഷൻ കാണിക്കാം. ആരെങ്കിലും വളരെ ക്ലോസ് ആകുമ്പോൾ പോലും അവർ പെട്ടെന്ന് തന്നെ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ആ ഒരു ക്ലോസ് ആകുന്നത് ഒരു വൾനറബിലിറ്റി എന്നാണ് അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഫീൽ ചെയ്തത്. അതായത് നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അർത്ഥമില്ല, പക്ഷെ ഞാൻ ഇതിൽ ഒരു ടൂ അറ്റാച്ച്ഡ് ആയിട്ട് പിന്നെ എനിക്ക് അതിനുശേഷം ഇതൊരു ഹേർട്ട് ആകുമോ എന്നൊരു ഇന്റേണൽ ഫിയർ അവർക്ക് ഉണ്ട്. അത് അവർ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇമോഷൻസ് അവരിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പൊ ഈ ഒരു വ്യക്തി ഫീലിങ്സ് സപ്രസ് ചെയ്യുന്ന ഒരാളാണ്. അവർക്ക് ഇമോഷൻസ് ഡീപ്പായിട്ട് ഫീൽ ചെയ്യാം, പക്ഷെ അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വൺസ് അവർ ഇമോഷണലി ഓപ്പൺ ആകുമ്പോൾ ഇവരുടെ കൺട്രോൾ നഷ്ടപ്പെടും എന്നൊരു പേടി ഇവർക്കുണ്ട്. അപ്പം ഇപ്പോൾ അവര് ചിലപ്പോൾ ഈ ഒരു പാസ്റ്റിൽ ചിലപ്പോൾ ഗോസ്റ്റിങ് പോലെയുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അതുപോലെ വൺ സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ടാകാം, ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകാം, ഇമോഷണൽ മാനിപ്പുലേഷൻ പോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബിഹേവിയർ അവർ കൊണ്ടു നടക്കുന്നത്. അപ്പം അവരുടെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകും, പക്ഷെ അറ്റാച്ച്മെന്റ് കാണിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടവർ കാർഡ്. ഈ ഒരു കാർഡ് പഴയ ഇമോഷണൽ സ്ട്രക്ചർ തകർന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കാണിക്കുന്നത്. പാസ്റ്റിൽ അവരുടെ ജീവിതത്തിൽ ഒരു സഡൻ ഹാർട്ട് ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇമോഷൻസ് കൊളാപ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ അവർ വിശ്വസിച്ച ഒരാൾ സഡൻലി മാറിപ്പോയതോ, റിലേഷൻഷിപ്പ് ക്രാഷ് ആയതോ, അല്ലെങ്കിൽ അവർ ഇമോഷണലി ഒരു ഷേക്കൺ ആയിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോയതോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും ഇവരുടെ എനർജിയിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അവർ ഫീലിങ്സ് സ്ലോ ആയിട്ടാണ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെയും അങ്ങനെ കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യില്ല. ഇമോഷൻസ് എപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കും. അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും ആ കൺട്രോൾ ആയിട്ടാണ് അത് ബിഹേവ് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ അടുത്താണെങ്കിലും മറ്റുള്ള റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ആയിരിക്കും അവർ കാണിക്കുക, ഓൺ ആൻഡ് ഓഫ് പോലത്തെ. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം എന്തെന്നാൽ, ഈ ഒരു ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഫീലിങ്സ് ഇല്ല എന്ന് നമുക്ക് ഇതിന് പറയാനായിട്ട് പറ്റത്തില്ല. ആക്ച്വലി അവർക്ക് ഫീലിങ്സ് വളരെ ഡീപ്പായിരിക്കും. അതുകൊണ്ടാണ് അവർ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നമുക്കിവിടെ കിങ് ഓഫ് കപ്സ് അവസാനം വന്നിട്ടുണ്ട്. അത് പറയുന്നത് ഈ വ്യക്തി ഇമോഷണലി മെച്യൂർ ആകാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അവർ ഫീലിങ്സ് ഇങ്ങനെ സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും ഉള്ളിൽ നിങ്ങളെ ജെനുവൻലി അവർ സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇമോഷൻ ബേസ് നോക്കുമ്പോൾ അവരുടെ ഇമോഷൻസ് അവർ സേഫ് ആയിട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് മാറ്റി നിർത്താനായിട്ട്, ഒത്തിരി അറ്റാച്ച്ഡ് ആകാതിരിക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി ഈ ഒരു വ്യക്തി ഓപ്പൺ ആകാത്ത ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പേഴ്സണ് ഒത്തിരി അറ്റാച്ച്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവർ നിങ്ങളെ മെന്റലി വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അതേസമയം ഇവരുടെ കൺട്രോൾ എല്ലാം നഷ്ടപ്പെട്ട് ആ ഒരു സ്നേഹത്തിലേക്ക് കടക്കാനായിട്ട് ഇവർക്ക് പേടിയാണ്. അതുകൊണ്ട് ഫീലിങ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. പൊസസീവ്നെസ് പോലും ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട്, പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫിയർ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അതിനുശേഷമൊക്കെ നമുക്ക് വന്നിട്ടുള്ള 2 ഓഫ് കപ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ഇത് വൺ സൈഡഡ് ഒരു ലവ് പോലത്തെ ഒരു എനർജി ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇമോഷണലി സ്പിരിച്വലിയും വളരെയധികം ഒരു പുള്ള് കൊടുക്കുന്ന ഒരു കാർഡുകളൊക്കെ തന്നെയാണ് ഈ ഒരു 2 ഓഫ് കപ്സിന്റെ കാർഡൊക്കെ. അപ്പൊ നിങ്ങളോടുള്ള ആ ഒരു ബോണ്ട് ഇവർക്ക് സാധാരണ ഒരു അട്രാക്ഷനും മുകളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് വൺസും വന്നിട്ടുണ്ട്, 8 ഓഫ് വൺസും ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്കുള്ള ആ ഒരു അട്രാക്ഷൻ വളരെ ഒരു ഇന്റൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു നിങ്ങളോട് വളരെയധികം പാഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതായത് അർജന്റ് ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഒത്തിരി ഉണ്ട്. ഇതെല്ലാം വളരെ ശക്തമാണ്. ഒരു 8 ഓഫ് വൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ സഡൻ മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട്, ഫാസ്റ്റ് മൂവ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അവർ പലപ്പോഴും നിങ്ങളെ റീച്ച് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും അവർ പുറകോട്ടേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു റീഡിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിക്ക് ഇമോഷണലി നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അവർ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു, പക്ഷെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു നേച്ചറാണ്. പുറത്തേക്ക് കാം ആൻഡ് മച്ചുറായി കാണിച്ചാലും ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു സമുദ്രം പോലെ ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അഫെക്ഷൻ ശരിക്കും ജെന്യുവൻ ആണ്, പക്ഷെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ കുറച്ച് ഒരു സ്ലോനെസ് ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് അവർ തടഞ്ഞു വെച്ചിരിക്കുന്നു മനഃപൂർവ്വമായിട്ട് എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു മുഴുവൻ റീഡിങ്ങിനെ ഒന്ന് സമറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അവർ നിങ്ങളെ ഒരു ജീവിതകാലം മുഴുവൻ അവരോടൊപ്പം ഉണ്ടാകണം എന്ന് നിങ്ങൾ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് പാസ്റ്റിലുള്ള വൂൺസ് ഒക്കെ കാരണം അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫീലിങ്സ് സപ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും അത് വളരെ ഒരു ഇന്റൻസ് ആയിട്ട് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സഡൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഓപ്പണിംഗ് ഫ്യൂച്ചറിൽ പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങളോടൊപ്പം ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഇവർക്ക് കാണുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു കണക്ഷൻ സ്ട്രോങ്ങസ്റ്റ് എനർജി, ഈ ഒരു റീഡിങ്ങിന്റെ സ്ട്രോങ്ങസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു എനർജി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫീലിങ്സ് ആണ് നമുക്കിവിടെ മുഴുവൻ കാണാൻ പറ്റുന്നത്. അപ്പൊ അവർ കാമായിട്ട് നിൽക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇമോഷൻസ് വളരെ ഡീപ്പായിട്ട് ആ ഒരു ഓൾറെഡി അത് അവിടെ സെറ്റിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ എത്ര ശ്രമിച്ചാലും അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒത്തിരി സ്നേഹമുള്ള, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ഒത്തിരി സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്, എങ്കിൽ പോലും പല സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കൊണ്ട് അവർ അത് പുറത്തേക്ക് കാണിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി എടുത്ത് നോക്കാം. ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ. ഓക്കെ, അവര് പ്രതീക്ഷിക്കുകയാണ് ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരും എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഐ ലവ് യു സോ മച്ച്. ഓക്കെ, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ ഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. ഗീവ് മീ അതർ ചാൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവര് നിങ്ങളെ വിട്ടിട്ട് ഉപേക്ഷിച്ച് മാറിപ്പോയ വ്യക്തികളൊക്കെ ഉണ്ടാകാം. അവര് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളോടാണ് ഇവർ പറയുന്നത്, എനിക്കൊരു ചാൻസ് കൂടി തന്നാലും എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്. ഐ ആം വിത്ത് യു നോ മാറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. You live in my thoughts, in my prayers and in every beats of my heart. Okay, നിങ്ങൾ അവരുടെ ഓരോ ചിന്തകളിലും ഓരോ പ്രാർത്ഥനകളിലും അവരുടെ ഹൃദയത്തിന്റെ ഓരോ തുടുപ്പിലും നിങ്ങൾ ലൈവായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. You don't need to be afraid. I am always here, my dear. I love you so much. Okay, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ട് എൻ്റെ
മൈ ഡിയർ എന്നുള്ളൊരു കാര്യം പറയണം. അതുപോലെ ഐ ലവ് യു സോ മച്ച് എന്ന് വീണ്ടും അവർ ആ ഒരു സ്നേഹം, ഒത്തിരി സ്നേഹമുള്ള ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഐ നോ ഐ ഹേർട്ട് യു, ഓക്കെ, എനിക്കറിയാം ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതും അവർ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങളോട് പറയണം. അപ്പോൾ ഇത്രയും സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്, ഓക്കെ. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്, ഓക്കെ. ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂ 1987 എന്ന് പറയുന്ന വർഷമാണ്. ലെറ്റർ വൈ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 37, ലൈഫ് ചേഞ്ചസ്, ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഫുട്ബോൾ, ഓക്കെ. ലെറ്റർ ആർ നമുക്ക് കിട്ടുന്നുണ്ട്. ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളറ്. ലോങ് നെയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 1975, ഓക്കെ. കണ്ണൂർ ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ, ഹോണസ്റ്റ്. അതുപോലെ തന്നെ നമുക്കിവിടെ 2023 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ക്രേസി, ഓക്കെ. 2005, number 37, letter Z, letter P, number 38, letter E, number 53, reading എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. number 29, number 35, this month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. number 44, number 48, ice cream lover, ഡ്രോയിങ് എന്ന് പറയുന്ന ക്ലൂ ആണ് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.